ഹായ് സുസ്മിത. ഹലോ. ഞാൻ സുസ്മിതേനെ ഇൻവൈറ്റ് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഫോർ എൻ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. സോ സുസ്മിത തന്നെ ക്യാൻ യു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ഇപ്പൊ എന്താ ചെയ്യുന്നത്, വാട്ട് ആർ യു എന്നുള്ളത്. ഓക്കെ, എൻ്റെ പേര് സുസ്മിത. ഞാൻ ആലുവയിലാണ് നാട്ടില്. ഇപ്പൊ ഞാൻ മസ്കറ്റില് സുൽത്താൻ കാബൂസ് ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റില്. സുസ്മിത അപ്പൊ ഏത് എക്സാം ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്? മസ്കറ്റില് നമുക്കിപ്പോ ഒമാനില് OMSB, ഒമാൻ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം കോമൺ ആയിട്ട് എല്ലാ ലാബ് ഫീൽഡിനും ഈ കോമൺ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. ഇപ്പൊ മൈക്രോബയോളജി ആണെങ്കിലും ബയോകെമിസ്ട്രി ആണെങ്കിലും ഹിസ്റ്റോപത്തോളജി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഹോൾ ലാബിന് നമുക്ക് OMSB ഒരു എക്സാം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് യുണീക് മെന്റേഴ്സിനായിട്ട് കണക്റ്റഡ് ആയതും, എന്തായിരുന്നു നമ്മുടെ ഒരു സർവീസ്? ഇവിടെ എനിക്ക് ഈ ജോബ് എന്നെ റെക്കമെൻഡ് ചെയ്തത് എൻ്റെ ഒരു ജൂനിയർ ആണ്. ജൂനിയർ പറഞ്ഞിട്ടാണ് യുണീക് മെന്റേഴ്സിനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പൊ അങ്ങനെ പ്രവീണ മാം എൻ്റെ സീനിയർ ആയിട്ട് കോളേജിൽ പഠിച്ചതായിരുന്നു. അപ്പൊ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി എൻ്റെ ജൂനിയറാണ് എനിക്കൊരു ഇൻഫർമേഷൻ തന്നത്. അപ്പൊ ഞാന് ഈ എക്സാമിന് വരുന്നത് ഞാൻ എൻ്റെ ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ്. അപ്പൊ എനിക്ക് തിയറിയിൽ നല്ല ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പ്രാക്ടിക്കൽ ഫീൽഡിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ഒരു കോച്ചിങ് ഇല്ലാതെ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കോച്ചിങ് എടുത്തത്. പിന്നെ മൈക്രോബയോളജി മാത്രം പഠിച്ചിട്ട് ഈ ഒരു കോമൺ ലബോറട്ടറി എക്സാം എഴുതാനായിട്ട് MLT-കാര് എഴുതുന്ന അതേ എക്സാം തന്നെ എഴുതേണ്ടി വരുമ്പോ അതൊരു വലിയ ചലഞ്ചായിട്ട് തോന്നിയായിരുന്നോ? ചലഞ്ചായിട്ട് തോന്നിയായിരുന്നു. കാരണം ഹിസ്റ്റോപത്തോളജി, സൈറ്റോളജി, പിന്നെ ബയോകെമിസ്ട്രി നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ട്. എന്നാലും ബ്ലഡ് ബാങ്ക്, പിന്നെ ക്വാളിറ്റി, പിന്നെ സേഫ്റ്റി, അങ്ങനെയുള്ള ഒരുപാട് സബ്ജക്ട്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ടോപ്പിക്സ് നമുക്ക് പുതിയതായിരുന്നു. അപ്പൊ അതെല്ലാം നമുക്ക് യുണീക് മെന്റേഴ്സിന്റെ സപ്പോർട്ടോടുകൂടി മാത്രമാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. അപ്പൊ അല്ലാതെ നമുക്കത് കംപ്ലീറ്റ്ലി നമ്മൾ സ്ട്രേഞ്ച് ആണ് ആ ടോപ്പിക്സ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രമായിട്ട് നമ്മൾ പാസ്സായാലും അതിന് വെയിറ്റേജ് കൊടുത്തോണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം എല്ലാ സബ്ജക്റ്റിനും നമുക്ക് ഒരുപോലെ സ്കോർ ചെയ്യണം. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എക്സാമിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും യുണീക് മെന്റേഴ്സിന്റെ ക്ലാസ് വാസ് വർത്ത് ഫോർ യു അല്ലേ? നമ്മൾ അറിയാത്ത ആദ്യം തൊട്ട് പഠിക്കുന്നതിന്റെ ഒരു അത്രയും ക്ലാരിറ്റിയിൽ തന്നെ ക്ലാസ്സസ് സുസ്മിതയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതെ, ഡെഫിനറ്റ്ലി എനിക്ക് ക്ലാസ് കൊണ്ട് മാത്രമാണ് പഠിക്കാൻ പറ്റിയത്. പിന്നെ ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്യുമായിരുന്നു. പിന്നെ മോഡൽ എക്സാംസ് തരുമായിരുന്നല്ലോ. അപ്പൊ അതിൽ ആദ്യമൊക്കെ എനിക്ക് ഈ സബ്ജക്ട്സിനൊക്കെ മൈക്രോബയോളജി പാസ് ആവുമായിരുന്നു, നല്ല സ്കോർ കിട്ടുമായിരുന്നു. പക്ഷെ ഇതിനൊക്കെ സ്കോർ കുറവായിരുന്നു. പിന്നെ അതങ്ങനെ ഗ്രാജുവലി നമ്മള് അതിൽ വർക്ക് ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തു. പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു. അപ്പൊ ഞാൻ എനിക്ക് സ്പെഷ്യൽ മെൻഷൻ ടു ഐശ്വര്യ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹെമറ്റോളജി അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ്സസ് ചോദിച്ചിരുന്നു. പിന്നെ എക്സാമിന് മുമ്പ് ഞാൻ വീണ്ടും എനിക്ക് ഒന്നും കൂടി ഞാൻ ക്ലാസ് ഒക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടൈം സ്പാൻ ഒന്നും വെക്കാതെ എപ്പൊ ഞാൻ ചോദിച്ചാലും എനിക്ക് ക്ലാസ്സസ് തരുമായിരുന്നു. അപ്പൊ ഒന്നുകൂടെ കാണാനും പിന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനും ഒക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈറ്റോളജി, ഹിസ്റ്റോപത്തോളജി ഒരു സെപ്പറേറ്റ് വേറൊരു മാമാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. ആ മാം ആണെങ്കിൽ നല്ല ക്യാപ്സ്യൂളായിട്ട് ആ മാം പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നത്. സ്റ്റെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ആ മാം പഠിപ്പിച്ചതിൽ നിന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റി. അപ്പൊ ഹോൾ സിലബസ്, എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹോൾ സിലബസും അതിന്റെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ സുസ്മിതയ്ക്ക് യുണീക് മെന്റേഴ്സിന് കിട്ടിയായിരുന്നു അല്ലെ? അത് തന്നെയാണ് ഫോക്കസ് ചെയ്തത്. പിന്നെ 1-2 ബുക്സ് ഒക്കെ എന്റെ കയ്യിലുള്ളത് ഞാൻ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ തോന്നണത് അതൊക്കെ ഒന്ന് റെഫർ ചെയ്തിരുന്നു. ഇത് മെയിൻ ആയിട്ട് ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം വന്നിരുന്നത്. അപ്പൊ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഓർമ്മയെന്നുള്ളതെല്ലാം എഴുതി ഞാൻ യുണീക് മെന്റേഴ്സിന് പാസ് ചെയ്തിരുന്നു. ഇനിയുള്ള കുട്ടികൾക്ക് അത് പ്രയോജനമാവട്ടെ. കാരണം നമുക്കൊരു ഇങ്ങനെ അന്വേഷിക്കുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ബുക്സ് ഒന്നും മെഡിക്കൽ ഇവിടെ ബുക്ക് സ്റ്റോൾസിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാമും അല്ല. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം നന്നായിട്ട് വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തോ? ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു. പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനിയും ഒത്തിരി പേര് ഈ ഒരു ഫീൽഡിലേക്കും അവിടുത്തെ ജോലിയിലേക്കും ഒക്കെ ഒത്തിരി അംബീഷ്യസ് ആയിട്ടുള്ള ജൂനിയേഴ്സും കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്കായിട്ട് എന്തെങ്കിലും സുസ്മിതയ്ക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഡു യു റെക്കമെൻഡ് യുണീക് മെന്റേഴ്സ്?
കോച്ചിങ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? യെസ് യെസ്, ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് യൂണിക് മെന്റേഴ്സ്. ബിക്കോസ് നമുക്ക് ഒരു ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ്, നമുക്ക് ഒരു കടല് പോലെയാണ് ഇതിന്റെ സിലബസ്. അപ്പൊ നമുക്ക് അതിൽ ഒരിക്കലും ഏതാണ് പഠിക്കേണ്ടത്, ഏതാണ് നമുക്ക് പഠിക്കേണ്ടാത്തതെന്ന് നമുക്ക് അറിയില്ല. യൂണിക് മെന്റേഴ്സ് ഇപ്പൊ ഇത്രയും 10 to 13 years ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതായതുകൊണ്ട് അവർക്ക് ഏതിനാണ് എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് പ്രവീണ മാം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ചില സബ്ജക്ട്സ് ഒക്കെ നമുക്ക് ഹെമറ്റോളജിയിലെ ചില ടോപ്പിക്സ് ഒക്കെ ആ നോട്ട്സിൽ നിന്ന് മാത്രം നമുക്ക് പഠിച്ചാൽ മതിയാ. ടെക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ടൈമിൽ നമുക്ക് തീരില്ല. അപ്പൊ അത് നല്ലൊരു ബേസ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിരുന്നു. ഇപ്പൊ എന്നിട്ട് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? വർക്ക് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ അത്രയും നമുക്കെല്ലാം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലബോറട്ടറിയും നമ്മളുടെ കരിയറിൽ ഒത്തിരി നമുക്ക് പിന്നീട് ഒരു കരിയർ ഡെവലപ്മെന്റിനൊക്കെ ആണെങ്കിലും എല്ലാം ഓട്ടോമേറ്റഡ് മെഷീൻസ് ആണ്. പിന്നെ നമുക്ക് 5 days നമുക്ക് വീക്ക്ലി 2 days ഓഫ് ഉണ്ട്. പിന്നെ ലീവുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നല്ല. എന്തുകൊണ്ടും ഞാൻ ഹാപ്പിയാണ്. എന്റെ ഒരു ഡ്രീമിലേക്ക് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് യൂണിക് മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാ ജൂനിയേഴ്സിനും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പാറ്റേൺ ഉണ്ട്. അപ്പൊ ആ പാറ്റേണിൽ നിന്ന് പഠിച്ച് നമുക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നാട്ടിലേക്കാളും ഒക്കെ നമുക്ക് ജോബ് ആണെങ്കിലും നമുക്ക് നല്ലൊരു അതെ 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 സാലറി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര ഒരു സാലറി ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ഫാമിലി എല്ലാം കൊണ്ടും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി എന്റെ കൊളീഗ്സ് കൂടെ പഠിച്ചവരും കുറെ പേരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ഹാപ്പിയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വലിയ വലിയ പൊസിഷനിലേക്ക് എത്തട്ടെ. ഓൾ സപ്പോർട്ട്, ഓൾ പ്രേയേഴ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.